നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷാകരമായിട്ട് മാർഗത്തിൽ കടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ കുരിശിൻ്റെ വഴി നമ്മൾ നടത്തിയിരുന്നത്. ഒരു പെൺകുട്ടി മുതൽ നമുക്കേറെ ത്യാഗമുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. രാവിലത്തെ കർമ്മ ശേഷം ഉടനെ തന്നെ ആകുമ്പോൾ വലിയ വിശ്ര സമയം നമ്മൾ എടുത്തില്ല. എങ്കിൽ തന്നെയും ഇതൊരു അനുഗ്രഹത്തിൻ്റെതാണ്. ഇത് നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പല ദൂര സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കുരിശിൻ്റെ വഴിക്കായിട്ട് നമ്മൾ പോകുന്നുണ്ട്. മലയാറ്റൂരും അതുപോലെ മറ്റു കുരിശുവരകായിട്ടാണ് മറ്റു പല സ്ഥലങ്ങളിലും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടവകയിൽ ആ ഒരു കുരിശിൻ്റെ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മറ്റൊന്നുമല്ല, നമ്മൾ പരസ്യമായിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈശോയുടെ മാർഗം തേടി ജീവിക്കുന്നവനാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ഞാൻ ഈശോയ്ക്കായിട്ട് കാഴ്ചവെക്കുകയും അതിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാടിൻ്റെയും എൻ്റെ ലോകത്തിൻ്റെയും അവിടെ രക്ഷക്കായിട്ട് കാഴ്ചവെക്കുന്നു നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞാൽ ഈ കുരിശിന്റെ വഴിയുടെ നമുക്കറിയാം, കുരിശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ശാപമല്ല, അത് അനുഗ്രഹമാണ്, നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്ന മാർഗമാണ്. അതാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിലെ സഹനങ്ങളെ എല്ലാം ഈശോ അത് രക്ഷാകരമാക്കി മാറ്റിയെടുത്തു. പരിശുദ്ധ അമ്മയോടൊത്ത് ചേർന്നാണ് ഈശോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധ നമുക്കറിയാം, നമ്മൾ ഈശോയെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അവരെ തന്നെ പീഡിപ്പിക്കുമ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അവിടെ അമ്മ വേദനിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആ അമ്മ ഒന്നും ഉണ്ടാകാതെ ആ മകന്റെ വേദനയെ ചങ്കുപൊട്ടുന്ന ഒരു അമ്മയായിരുന്നു അവിടെ. ആ അമ്മയോടൊപ്പമായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. ഒരു പെൺകുട്ടി പള്ളിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന യാത്ര ചെയ്തത് അതായിരുന്നു. ആ അമ്മയുടെ വേദനകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. ഇനി ഞാൻ മൂലം, എന്റെ കുടുംബം മൂലം, എന്റെ ഇടവക മൂലം എന്റെ ഈശോ ഒരിക്കലും വേദനിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ അവർക്ക് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പരസ്യമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ട് തന്നെ ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക, നിന്റെ വിശ്വാസം നീ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നമ്മളെ അറിയത്തില്ലാത്ത ആൾക്കാരുടെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ കുരിശിന് വഴി നടത്തുന്നതിനേക്കാൾ നല്ലത് നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ നമ്മളെ എതിർക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കണം. ആ ഒരു പ്രഘോഷണ തലങ്ങളിൽ നമുക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടുതലുള്ളത് ചോദിക്കും, നീ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലിച്ചിട്ട് നീ എന്താ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിക്കാം. അല്ലെ അവർ ചോദിച്ചിട്ട് തന്നെ നമ്മൾ തന്നെ സ്വയം നിന്ന് ചോദിക്കുന്നതും വളരെ നല്ലതാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ മാർഗം സ്വീകരിച്ച് നമ്മൾ ഈശോയുടെ മാർഗത്തിലൂടെ തന്നെ കടന്നു പോകണം. അതായിരിക്കട്ടെ ഈ ദുഃഖവെള്ളിയുടെ ഈ കുരിശിന്റെ വഴിയുടെ വലിയൊരു നമുക്കൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുരിശിന്റെ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. അതിലൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് കുരിശ് തൊട്ട് വേണമെങ്കിൽ പോകുന്നതും വളരെ നല്ലതാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.